قال رسول الله صلى الله عليه وسلم إذا كانت ليلة النصف من شعبان فقوموا ليلها وصوموا نهارها. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ഇദാ കാനത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാന, അനുഗ്രഹീതമായ പരിശുദ്ധമായ ശഅബാനിന്റെ പകുതിയുടെ രാത്രിയിലെ നിങ്ങളുണ്ടല്ലോ, ഫഖൂമു ലൈലഹാ, അതിന്റെ രാത്രിയുണ്ടല്ലോ നിങ്ങൾ നിന്ന് നമസ്കരിക്കുകയും, വസൂമു നഹാറഹാ, അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പ് പിടിക്കുക എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ. ഈ അനുഗ്രഹീതമായ ശഅബാൻ മാസത്തിലെ നോമ്പ് 15-ാം തീയതി ശനിയാഴ്ചയാണ്. അപ്പൊ ആ ദിവസം നിങ്ങൾ നോമ്പ് പിടിക്കുക. അതിന്റെ രാവിലെ തലേ ദിവസം നിങ്ങളെ നിസ്കാരം കൊണ്ട് അലങ്കാരപ്പെടുത്തുക എന്നൊക്കെ അള്ളാന്റെ റസൂൽ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ ഇത് നിഷേധിക്കാൻ വരുന്ന ആളുകൾ നിഷേധിക്കട്ടെ. മഹാന്മാരെക്കാളും വലിയ ആളുകളൊന്നുമല്ലല്ലോ ഈ നിഷേധിക്കാൻ വരുന്ന ആളുകൾ. അത് നമ്മൾ ചിന്തിക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മുടെ മുൻഗാമികളായ അതായത് ആളുകൾ നമ്മെ പഠിപ്പിച്ചു തന്ന അമലുകളാണ് ഇതൊക്കെ. ഈ ബറാഅത്ത് രാവിലെ നോമ്പും അതുപോലെ തന്നെ ബറാഅത്ത് രാവിലെ നമ്മൾ ചെയ്യേണ്ട ചില യാസീൻ ഓതി ദുആ ചെയ്യുന്ന ആ ഒരുക്കെ തെളിവുകൾ നമ്മുടെ മുൻഗാമികളായ മഹാന്മാര് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെ സലഫീങ്ങളും ഹലഫീങ്ങളും അതായത് മുൻഗാമികളും പിൻഗാമികളും നമ്മെ ഈ ഒരു ബറാഅത്ത് രാവിലെ ചെയ്യാൻ നമ്മെ പഠിപ്പിച്ച ഒരു കർമ്മങ്ങളാണ് ബറാഅത്ത് രാവിലെ 3 യാസീൻ ഓതുക എന്ന് പറയുന്നത്. ഓരോ യാസീൻ ഓതുമ്പോഴും നാം ദുആ ചെയ്യണം. എങ്ങനെ? മഹാന്മാര് പറയുന്നു, അതായത് ഫിൽ അവ്വലിൽ ബറക്കത്തി ഫിൽ ഉമരി, ഒന്ന് ദീർഘായുസ്സിന് വേണ്ടി, അതായത് ആയുസ്സിൽ ബറക്കത്ത് ചെയ്യുന്നതിന് വേണ്ടി നീ ഒരു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യണം. രണ്ടാമതായി മഹാന്മാര് പറഞ്ഞത് എന്താണ്? വഫിൽ സാനിയത്തിൽ ബറക്കത്തി ഫിൽ റിസ്ഖി, റിസ്ഖിലെ ഉപജീവനത്തിൽ ബറക്കത്ത് ഉണ്ടാകുന്നതിന് വേണ്ടി നീ ദുആ ചെയ്യണം രണ്ടാമത് യാസീൻ ഓതിയിട്ട്. മൂന്നാമത് യാസീൻ ഓതിയിട്ട് നീ ദുആ ചെയ്യേണ്ടത് എന്താണ്? വഫി സാലിസത്തു ഹുസ്നുൽ ഖാതിമി, നല്ല അന്ത്യം ലഭിക്കുന്നതിന് വേണ്ടി നീ ദുആ ചെയ്യണമെന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. ആര്? അവർക്ക് പറയുന്നതാണ് സലഫീങ്ങളും ഹലഫീങ്ങളും മുൻഗാമികളും പിൻഗാമികളുമായ മഹാന്മാര് ഉലമാക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ നിഷേധിച്ച് കളയുന്നവരെ തള്ളിക്കളഞ്ഞോട്ടെ, നമ്മൾ അവരെ ഒന്നും നോക്കണ്ട. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആഖിറം ശരിയാകണമെങ്കിൽ നമുക്ക് കഴിയുന്ന രീതിയിൽ ഇബാദത്തുകൾ കൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ ധന്യമാക്കുക. അല്ലാഹു